ഞാനെന്ന വ്യക്തിയെ ഞാനാക്കി മാറ്റിയത് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും 100% ഉറപ്പായിട്ട് ഞാൻ പറയും എന്റെ ഫ്രണ്ട്സ് ആണ്. എന്റെ ഫ്രണ്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗേൾ ഫ്രണ്ട്സ് അല്ല, എന്റെ ബോയ് ഫ്രണ്ട്സ് മാത്രമാണ് ഞാനെന്ന വ്യക്തിയെ ഞാനാക്കി മാറ്റിയത്. എവിടെയോ തകർന്നു പോയി എന്നെ ഇത്രയും ആക്റ്റീവായിട്ട് പഴയ പോലെ തിരിച്ചു കൊണ്ടുവന്നേക്കുന്നത് എന്റെ ഫ്രണ്ട്സ് മാത്രമാണ്. ഞാനിപ്പോ ആരുമായിട്ട് അങ്ങനെ മിണ്ടാറില്ലെങ്കിലും നിങ്ങൾ ആരെയും ഞാൻ മറന്നിട്ടില്ല. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അതിനെ മോശമായിട്ട് പറയും. ശരിക്കും ഗേൾസും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനേക്കാളും നല്ലത് ബോയ്സും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനേക്കാളും ഏറ്റവും ബെസ്റ്റാണ് ഒരു ഗേളും ബോയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്. നമ്മുടെ വാശിക്കും നമ്മുടെ ദേഷ്യത്തിനും നമ്മുടെ കുറുമ്പിനും നമ്മുടെ കുട്ടിക്കളിക്കും കൂടെ നിൽക്കുന്നത് ശരിക്കും നമ്മുടെ ബോയ് ഫ്രണ്ട്സ് ആണ്. അവരുടെ അടുത്ത് നമുക്ക് ശരിക്കും തല്ലുപിടിക്കാൻ പറ്റുള്ളൂ. ബേസിക്കലി ഗേൾസിന്റെ അടുത്ത് തല്ലുപിടിക്കുന്നതും ബോയ്സിന്റെ അടുത്ത് തല്ലുപിടിക്കുന്നത് ഡിഫറെന്റ് ആണ്. പക്ഷെ ഒരു ബോയും ഗേളും തമ്മിൽ പരസ്പരം തല്ലുപിടുത്തം വെച്ചാൽ അത് അങ്ങേയറ്റത്തെ പോകണം. ഞാനൊക്കെ എന്റെ ഫ്രണ്ട്സ് ആയിട്ട് പൊരിഞ്ഞ എന്റെ ഫ്രണ്ട്സ് പൊരിഞ്ഞാൻ പോകണം. പക്ഷെ ഓരോ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിയുമ്പോഴേക്കും തല്ലുപിടിച്ചാൽ മറന്നു പോകും. അതൊരു കുറവുണ്ട്. എന്നിട്ട് ആ തല്ലുടുത്തൊക്കെ മാറിക്കഴിഞ്ഞിട്ട് എവിടെ നിന്നാണ് ഫ്രണ്ട്ഷിപ്പ് സ്റ്റോപ്പ് ചെയ്തത്? തല്ലുടിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് വൈൻഡപ്പ് ചെയ്യുമല്ലോ. എന്നാണ് ഫ്രണ്ട്ഷിപ്പ് സ്റ്റോപ്പ് ചെയ്തതെന്ന് വെച്ചാൽ അവിടെ നിന്ന് തുടങ്ങി പിന്നെ സ്റ്റാർട്ട് ചെയ്യും ഫ്രണ്ട്ഷിപ്പ്. അതാണ് ഏറ്റവും നല്ല ഗുഡ് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്.